ഹായ് ഓൾ. നമുക്ക് ഇന്നിപ്പോ +2 സയൻസ് കഴിഞ്ഞിട്ട് ഇപ്പോ എന്തൊക്കെ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ +2 സയൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പൊ ഞാൻ ഏതൊരു ഫീൽഡ് ചൂസ് ചെയ്യും, എങ്ങനത്തെ കോഴ്സസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമുക്കിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 90% സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് തന്നെയാണ് മെഡിക്കൽ ഫീൽഡ്. പിന്നെ അതുപോലെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ സയൻസിന്റെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റുഡൻസ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് അവർ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ചിലവര് അവരുടെ ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ട് അവർ കോഴ്സസ് നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കോഴ്സസ് നോക്കുന്നവരും ഉണ്ട്. ഇതിലിപ്പോ മെഡിക്കൽ ഫീൽഡിൽ തന്നെ നീറ്റ് പ്രിപ്പയർ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് കോഴ്സസ് നോക്കുന്നവര് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റില് തന്നെ ഇപ്പൊ +2 സയൻസ് കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡ് നോക്കുന്ന സ്റ്റുഡൻസിന് ഏതൊക്കെ കോഴ്സസ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. നമുക്കിപ്പോ മെഡിക്കൽ ഫീൽഡിൽ കുറെ കോഴ്സസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെല്ലാം നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ MBBS, BDS, BA, MS, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഹോമിയോപ്പതി, പിന്നെ സിദ്ധ, ഇതുപോലത്തെ ഒത്തിരി കോഴ്സസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നീറ്റ് കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസ് ആണ്. നമ്മുടെ നീറ്റിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അഡ്മിഷൻസ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി നീറ്റ് ബേസ് ചെയ്തിട്ട് നീറ്റ് കമ്പൽസറി ആയിട്ടുള്ള കോഴ്സസ് ആണ്. പിന്നെ അതുപോലെ നമുക്കിപ്പോ സെക്കൻഡ് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആണ് വരുന്നത്. അതായത് നേവി, പിന്നെ അതുപോലെ തന്നെ എയർഫോഴ്സ്, ആർമി, ഇതിനെയല്ലാതും പിന്നെ ഇതിലെ നഴ്സിംഗ് പ്രോഗ്രാംസും ആണ് നമുക്ക് ഡിഫൻസ് റിലേറ്റഡ് പ്രോഗ്രാംസിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഇപ്പോ വിത്തൗട്ട് നീറ്റ് കോഴ്സസ് ആണ്. ഇപ്പൊ നീറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുള്ള സ്റ്റുഡൻസിനോ, അല്ലെങ്കിൽ ഇപ്പൊ നീറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് മാർക്ക് കിട്ടാത്തതിന്റെ ബേസിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കാറ്റഗറിയാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ തേർഡ് കാറ്റഗറിയിൽ നമുക്ക് വരുന്ന കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPT, അതായത് ബാച്ചിലേഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി, പിന്നെ അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി, പിന്നെ അതുപോലെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി തുടങ്ങിയ കോഴ്സസ് എല്ലാമാണ് നമുക്ക് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. നമുക്കിപ്പോ ഇനി നെക്സ്റ്റ് ഫോർത്ത് കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാംസ് ആണ് ഫോർത്ത് കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോ പാരാമെഡിക്കൽ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടിയാണ് പാരാമെഡിക്കൽ കോഴ്സസ്. അത് നമുക്ക് 3 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, അങ്ങനെ 4 വർഷമായിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. അതിൽ വരുന്ന കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ BSc കാർഡിയാക്ക് വരുന്നുണ്ട്, BSc MIT, BSc MLT, പിന്നെ അതുപോലെ ഡയാലിസിസ്, ഇതുപോലെ ഒത്തിരി പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്കിപ്പോ ഫാർമസി റിലേറ്റഡ് കോഴ്സസ് നോക്കുകയാണെങ്കിൽ B.Pharm, D.Pharm, PharmD തുടങ്ങിയ കോഴ്സസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി നോക്കുന്നത് നമുക്ക് സൈക്കോളജി കാറ്റഗറിയാണ്. സൈക്കോളജി കാറ്റഗറിയിൽ നോക്കുമ്പോൾ നമുക്കിപ്പോ കോഗ്നേറ്റീവ് സയൻസ്, ന്യൂറോ സയൻസ് തുടങ്ങിയ കോഴ്സസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ കാറ്റഗറിയാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. അഗ്രികൾച്ചർ കാറ്റഗറിയിൽ നമുക്ക് ഫിഷറി ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഈ കോഴ്സസിന് ഐക്കർ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ കോമൺ കോഴ്സസ് ആണ്. കോമൺ കോഴ്സസിൽ വരുന്ന ബയോടെക്നോളജി, പിന്നെ അതുപോലെ മൈക്രോബയോളജി തുടങ്ങിയ കോഴ്സസ് ആണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ നമ്മുടെ +2 സയൻസിന്റെ സബ്ജക്റ്റിന്റെ ഡിഗ്രി പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഇതിന്റെ എല്ലാം ഡിഗ്രി പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ +2 സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഇപ്പോ മെഡിക്കൽ റിലേറ്റഡ് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പ്രോഗ്രാംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മെഡിക്കൽ ഫീൽഡ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ്. എഞ്ചിനീയറിംഗ് ഫീൽഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾ ഇന്ത്യ JEE എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. നമുക്കിപ്പോ ഫിസിക്സ്, പിന്നെ അതുപോലെ കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമുക്കിപ്പോ എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. അതായത് സിവില് വരുന്നുണ്ട്, മെക്കാനിക്കല്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വരുന്നുണ്ട്.
നമുക്കിപ്പോ +2 സയൻസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏതൊരു ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്കിപ്പോ അബ്രോഡ് ആണെങ്കിലും ഔട്ട്സൈഡ് കേരള ആണെങ്കിലും കേരളത്തിലാണെങ്കിലും ഈ കോഴ്സസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇഷ്ടമുള്ള ഒരു കോഴ്സിനെ കുറിച്ചും ആ ഒരു കോഴ്സ് എല്ലാ കോളേജസിന്റെ ഡീറ്റെയിൽസും അവിടുത്തെ ഫീസ് സ്ട്രക്ചറും അഡ്മിഷൻ പ്രോസസ്സ് ഇതിനെ കുറിച്ചെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് വിത്ത് സൈറോ എഡ്യൂക്കേഷൻ.